നമസ്കാരം. ഇന്ന് 2 നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫലങ്ങൾ നിങ്ങളെ തേടി വരുമെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നും ഇന്നത്തെ ഈ വിലപ്പെട്ട തൊടുകുറി ഫലങ്ങളിലൂടെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും തിരഞ്ഞെടുക്കുവാനായി 2 നമ്പർ ഇവിടെ നൽകിയിരിക്കുന്നു. അതായത് ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് 666 ആകുന്നു, അതായത് 666 ആകുന്നു. രണ്ടാമത്തെ നമ്പർ 999 ആണ്, അതായത് 999 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളേവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയാം. ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കണം എന്നുള്ളതും. ഇനി ഒന്നാമത്തെ നമ്പറായ 666 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ധാരാളം ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നതായ ഫലം. അതുപോലെ തന്നെ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളാണ് നിങ്ങളെന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ പ്രധാനപ്പെട്ട ഫലം തന്നെയാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ധാരാളം സങ്കടങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം ധാരാളം സങ്കടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഫലം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരം ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുവാൻ സഹായകരമായ അല്ലെങ്കിൽ സഫലീകരിക്കുവാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. അതായത് വരും ദിനങ്ങളിൽ തന്നെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളേവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. അതായത് കർമ്മ മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ചില തടസ്സങ്ങളുണ്ടാകാം. അത്തരം തടസ്സങ്ങളെയെല്ലാം ഇനി വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് ഒഴിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും കാര്യവിജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളേവരും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വിവരം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വസ്തു, വാഹനം, വീട് മുതലായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള ആഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ഒരു ആദ്യ പടി എന്നോണം അല്ലെങ്കിൽ ആദ്യ നിലയെന്നോണം ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉടൻ തന്നെ മാറും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതുപോലെ തന്നെ
സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തുവാനാകും. അല്ലെങ്കിൽ ചില വ്യക്തികളുമായി, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകൾ മൂലം, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള വിവരം ഏവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ നമ്പറായ 999 അല്ലെങ്കിൽ 999 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ ധാരാളം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങൾ ധാരാളം ഉണ്ട് എങ്കിലും അത് പുറമേ കാണിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നതായ ഫലം. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സങ്കടങ്ങളെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടാകാറില്ല എന്നുള്ളതും വസ്തുതയാർന്ന കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ആ ഒരു കാര്യത്തിൽ നിങ്ങളേവരും എപ്പോഴും സന്തോഷവാന്മാരാണ്, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് പുറമേയുള്ള വ്യക്തികളുടെ ധാരണ എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എങ്കിൽ കൂടിയും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പലപ്പോഴും പല ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. എന്നിരുന്നാൽ കൂടിയും മറ്റുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലെയുള്ള വ്യക്തികളാകാം, അത്തരത്തിലുള്ള വ്യക്തികൾക്കെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിൻ്റെ നന്ദി എന്ന രീതിയിലുള്ള ഒരു പ്രത്യുപകാരവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു നന്ദി വാക്കെങ്കിലും നിങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഫലം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹപ്രകാരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതായത് പലപ്പോഴും നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾക്കെല്ലാം ഒരറുതി ഉടൻ തന്നെ വരുന്നതാണ്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ തീർച്ചയായും ഇനി വരും ദിനങ്ങളിൽ, അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതായ പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹാരം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. കൂടാതെ ധനയോഗം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തീർച്ചയായും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ നിലയുമായി ബന്ധപ്പെട്ട് ഉന്നതിയിലേക്ക് പോകാവുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത് കാലാകാലങ്ങളോളം നിലനിർത്തുവാനായി, അല്ലെങ്കിൽ നാൾക്കുനാൾ ഇത് വർദ്ധിപ്പിക്കുവാനായി ചില കാര്യങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതുണ്ട്. ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോടൊപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുകയും, കൂടാതെ നിത്യവും വീട്ടിൽ ഈ ദേവതമാരുടെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ, നിങ്ങൾക്കറിയുന്ന എന്ത് മന്ത്രങ്ങളാണെങ്കിൽ കൂടിയും അത് നിത്യവും ജപിക്കുന്നതും ഉരുവിടുന്നതുമൊക്കെ ഏറെ ഗുണകരമായ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണപ്രദമായ ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സഹായങ്ങൾ അതുമൂലം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഈ ഒരു കാര്യം കൂടി നിങ്ങളേവരും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.